ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫ സീൻ ഷോട്ടിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ സാന്ത്വനം ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് എന്നെ ഒരേ ലെവലിൽ പോവാണ്. പക്ഷേ ഇനി നാടകീയമായ ചില രംഗങ്ങളാണ് കേട്ടോ നമ്മുടെ സാന്ത്വനം 2-ൽ വരാനിരിക്കുന്നത്. അതായത് ഈ കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് നമ്മുടെ അച്യുതൻ ഒരു കളി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ വിശേഷത്തിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കേട്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകില്ല കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണേ. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങളിപ്പോൾ കയറി കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പം നമുക്ക് വിശേഷത്തിലോട്ട് പോകാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോമതി മനസ്സുകൊണ്ട് ഒരു അമ്മ എന്ന രീതിയിൽ നമ്മുടെ ദേവിയെ ശപിക്കുകയാണ്. നീയും നിൻ്റെ കുടുംബവും ഒരിക്കലും ഗുണം പിടിക്കില്ല എന്നുള്ള രീതിയിൽ. കാരണം എന്നെയും എൻ്റെ കുടുംബത്തെ, എൻ്റെ ആനന്ദ് മോനെ ഇത്രയേറെ വേദനിപ്പിച്ച് ഇത്രയും കള്ളത്തരം ചെയ്ത നീ ഒരിക്കലും ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഗോമതി ശപിക്കാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ദേവി ചെവി പിടിക്കണം. കാരണം തൻ്റെ ആ ഗോമതിയെ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ള ഒരു മരുമകളാണ് ദേവി. ആ അമ്മയുടെ വായിൽ നിന്നും തൻ്റെ ചെവിയിൽ ആ ഒരു ശാപം കേൾക്കണ്ട എന്ന് കരുതിയിട്ട് പിടിച്ച് നിലവിളിക്കാൻ കേട്ടോ. മീനുവിനും മിത്രയ്ക്കും സഹിക്കാൻ പറ്റാത്തത്രയും ഒരു വിഷമമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ദേവി ഏട്ടത്തി എന്ന് പറയുന്നത് അവരെ ഒരു കൺസെപ്റ്റിൽ ഇപ്പം മീനുവിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മീനും ദേവിയുടെ ഏത് കാര്യത്തിലും മീനും എല്ലാം തുറന്നൊക്കെ പറയുന്ന ഒരു ഇതായിരുന്നു. തിരിച്ച് മീനുവിനും എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും തുറന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേച്ചി അനിയത്തിയെ പോലെ തന്നെയാണ് അവർ കഴിഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ബന്ധമൊക്കെ നമ്മുടെ മീനുവിന് കുറച്ചും കൂടെ കൂടുതലുണ്ട്. മിത്ര പിന്നെ വന്ന ആ ഒരു ഇതല്ലേ ആവണുള്ളൂ. മീനുമായിട്ട് കുറച്ചും കൂടെ ആത്മാർത്ഥത നമ്മുടെ ദേവിക്കുണ്ടായിരുന്നു. അപ്പോൾ മീനുവിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ഇത്രയും വല്ലാണ്ട് അങ്ങ് വിഷമിക്കുകയാണ്. കാരണം ഗോമതിയുടെ ഭാഗത്ത് നിന്നും, കാരണം ഗോമതി അത്രയ്ക്ക് മനസ്സ് പാളിപ്പോയിട്ടാണ് ആ അമ്മ നിൽക്കുന്നത്. തൻ്റെ കുടുംബം മുഴുവൻ ചീറ്റ് ചെയ്തിട്ട് എവളുടെ അച്ഛനും അമ്മയും ഇത്രയും നമ്മളെ കബളിപ്പിച്ചല്ലോ എന്നുള്ള ഒരു സങ്കടമാണ്. അങ്ങനെ നമ്മുടെ ഗോമതിയൊന്നും അന്നേ ദിവസം ഒട്ടും തന്നെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ആകെ എല്ലാവർക്കും ഭയങ്കര മൂഡ് ഓഫും വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ സമയത്ത് നമ്മുടെ മീനും മിത്രയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്ന് അവരും അനുമോക്കാണെങ്കിലും ഭയങ്കര സങ്കടമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. ആകെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നേരം വെളുത്തപ്പോൾ ബാലൻ ഒരു തീരുമാനം എടുക്കുകയാണ്. അതായത് ഇതിനൊരു തീരുമാനം വേണമല്ലോ. അതായത് ഞാനായിട്ടാണ് എൻ്റെ ആനന്ദ് മോൻ്റെ ജീവിതത്തിൽ ഈ ഒരു ബന്ധം കൊണ്ടുവന്നത്. അപ്പോൾ ഞാനായിട്ട് തന്നെ ഈ ബന്ധം അവസാനിപ്പിക്കണം. അപ്പോൾ ഞാൻ ദേവിയുടെ അച്ഛനെയും അമ്മയും ഇങ്ങോട്ട് വരാനായിട്ട് വിളിക്കുന്നുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും സംസാരിക്കരുത്. കാരണം എന്ന് വെച്ചാൽ അവർ പറയാനുള്ളതൊക്കെ എന്താണ് പറയണേന്നൊക്കെ ഒന്ന് നോക്കട്ടെ. അവർ ഇത്രയും നാൾ നമ്മളെ വിഡ്ഢികളാക്കി നാടകം കളിച്ചവരല്ലേ. അവരുടെ അടുത്ത നീക്കം എന്താണെന്ന് അറിയട്ടെ എന്നുള്ള രീതിയിൽ ഉദയഭാനുവിനെയും നമ്മുടെ ശ്രീകലേനെയൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ ഒന്ന് വരാവോ, വീട്ടിൽ ചെറിയൊരു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരാവോ എന്ന് ചോദിക്കേണ്ട. അപ്പം നമ്മുടെ പിന്നെ ഉദയഭാനു പറയുന്നുണ്ട്, കുഴപ്പമില്ല ബാല, എനിക്ക് ഇന്ന് കാര്യം ഒരു 2 കോടി രൂപയുടെ ഒരു ഓൺലൈൻ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ എൻ്റെ ബാലൻ വിളിക്കുമ്പോൾ എനിക്ക് വരാൻ പറ്റില്ല. കാരണം നമ്മുടെ ബന്ധം അങ്ങനെയാണല്ലോ. ഞാൻ വന്നേക്കാന്ന് പറഞ്ഞ് 2 പേരും നല്ല അടിപൊളിയായിട്ട് സെറ്റായി ബിഗൊക്കെ എടുത്ത് വെച്ച് പട്ടുസാരിയൊക്കെ കൊടുത്ത് ശ്രീകല ഒക്കെ റെഡിയായിട്ട് വരെയാണ്. ശ്രീകലയുടെ മനസ്സിലൊരു ചിന്ത എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ദേവി മോക്ക് എങ്ങാനും ഒരു വിശേഷം ഉണ്ടായോ ഇനി വീണ്ടും. കാരണം അങ്ങനെ ആവുകയാണെങ്കിൽ പിന്നെ ഒരു കൊളുത്തായല്ലോ, ഇനി പിന്നെ ഊരിപ്പോണ്ടല്ലോ. ആ ഒരു രീതിയിൽ അതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതായിരുന്നു ശ്രീകലയുടെ ഉള്ളിൽ. അങ്ങനെ അവർ വന്നു, ബെല്ലടിച്ചു. അപ്പോൾ ബാലൻ പറഞ്ഞു, എന്തായാലും 2 പേരും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളടുത്ത്, ഞാൻ സംസാരിച്ചോളാം, നിങ്ങൾ ആരും ഒന്നും സംസാരിക്കേണ്ട, ആനന്ദ് അപ്പുറത്തോട്ട് പൊക്കോളാൻ പറഞ്ഞ് ആനന്ദിനെ അപ്പുറത്തോട്ട് മാറ്റിയാണ്. ദേവി ബെഡ്റൂമിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ വന്നു, ബെല്ലടിച്ചു. അപ്പോൾ ഡോറ് തുറക്കുകയാണ് ബാലൻ. അപ്പോൾ ഗോമതിയുണ്ട്. ബാല പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമാണോ? അതെ, ഇവിടെ എന്തോ ഫംഗ്ഷൻ ആണെന്ന് അറിഞ്ഞു. ബർത്ത്ഡേ ഫംഗ്ഷൻ ആണോ എന്താണെന്നറിയില്ല, അതുകൊണ്ട് പ്രസൻറ്റേഷനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ പറയൂ, ഇന്ന് ഞാൻ വലിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ബാല. പക്ഷെ അത് ബാലൻ വിളിച്ചു കഴിയുമ്പോൾ എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, എനിക്ക് വിഷയമേ അല്ല ബാല എന്നൊക്കെ പറഞ്ഞ് കയറി വരികയാണ്. അപ്പോൾ ബാലൻ പറഞ്ഞു, വാ ഇരിക്കുക സാറേ, ഉദയഭാനു സാറേ ഇരിക്കൂ എന്ന് പറഞ്ഞ് ബാലൻ 2 പേരെ ഇരുത്തുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഗോമതിയുടെ മുഖം കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഉദയഭാനു ചോദിച്ചു, അല്ല ഗോമതിയുടെ മുഖം എന്തോ ഒരു തെളിച്ചയില്ലാത്ത എന്തോ വിഷമം പോലെ, സുഖമല്ലേ? ഭയങ്കര സുഖം എന്നിങ്ങനെ നമ്മുടെ ഗോമതി പറയുന്നുണ്ട്. ഗോമതിയൊക്കെ നേരെ എണ്ണി ഇരുട്ടി വെളുപ്പിക്കുകയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതിനൊരു സമാപ്തി വേണമല്ലോ, സമാധാനം വേണമല്ലോ. ആ ഒരു രീതിയിൽ നേരം ഇരുട്ടി വെളുപ്പിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീകല ചോദിക്കുന്നുണ്ട്, അല്ല എൻ്റെ മോളെന്തേ, ദേവീനെ കാണാനില്ലല്ലോ. അപ്പം നമ്മുടെ
നമ്മുടെ ഉദയഭാനു ചോദിക്കുന്നുണ്ട്, ആനന്ദ് മോന് ജോലിക്ക് പോയി കാണുമല്ലേ? ഞാൻ പറയാലോ ബാല ഒരു കാര്യം, ഞാൻ പറഞ്ഞു മടുത്തു. ഈ ആനന്ദ് മോൻ ഈ ജോലിക്കൊക്കെ പോകേണ്ട കാര്യമുണ്ടോ? എൻ്റെ എത്ര ബിസിനസ്സുകളാണ്, എവിടെയാണെന്ന് കൂടി എനിക്കറിയില്ല. അപ്പോൾ ബാലൻ ചോദിച്ചു, സാറിന് എവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ ഉള്ളത്, ബിസിനസ് എവിടെയൊക്കെയാണ് ഉള്ളത്? അത് പിന്നെ എനിക്ക് തന്നെ നിശ്ചയമില്ല ബാല, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, അമേരിക്കയിൽ വരെ എനിക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ട്, മനസ്സിലായില്ലേ? എല്ലാം കൂടെ ഓടി നടന്ന് എനിക്ക് പറ്റണ്ടാവേണം ബാല എന്ന് പറഞ്ഞു. എന്നിട്ട് ഉദയഭാനു പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരുടെയും മുഖത്തിനൊരു സന്തോഷമില്ലായ്മയുണ്ടല്ലോ, എന്ത് പറ്റി? ബാലന് ഒരു ഉഷാറില്ലല്ലോ, എന്താ ബാല? അല്ല ഇവിടെ എന്താ ഒരു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞാൽ, വിശേഷം ഒരു വലിയ വിശേഷമാണ്. ആർക്കാ വിശേഷം? അത് ദേവിമോളുടെ വിശേഷം തന്നെയാണ്. അപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി. ദേവിമോൾക്ക് എടി വിശേഷമായെന്നാണ് തോന്നണേ. കാരണം രണ്ടുപേർക്ക് അതായെങ്കിൽ ഒരു സമാധാനമാണ്. കാരണം പിന്നെ ആനന്ദിന് ദേവിയെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, ആ ഒരു രീതിയിൽ. അപ്പോഴേക്കും നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, അതെ പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. അല്ല, ബാലൻ്റെ മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ട് എന്നിങ്ങനെ ഉദയഭാനു പറയുന്നത്. എന്തെങ്കിലും ഫിനാൻഷ്യലി പ്രശ്നമാണെങ്കിൽ എന്നോട് പറഞ്ഞോ, ലക്ഷങ്ങളോ കോടികളോ എന്ത് വേണമെങ്കിലും ബാല, ഈ ഉദയഭാനുവിന് ഒരു വിഷയമേ അല്ല എന്ന് പറയും. ഇത് കേട്ടോണ്ടിരുന്ന് നമ്മുടെ ആനന്ദിൻ്റെ അങ്ങ് മനസ്സിൻ്റെ കൺട്രോൾ അങ്ങ് പോവാനായിട്ടോ. ആനന്ദ് അവിടെ നിന്ന് നേരെ കൈ കിട്ടിയ ഒരു സാധനം എടുത്തുകൊണ്ട് വന്നിട്ട്, തന്നെ ഞാനുണ്ടല്ലോ തലയടിച്ച് ഞാൻ പൊളിക്കും, പെരും കള്ള എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആനന്ദ് അങ്ങോട്ട് എടുത്ത് ഇങ്ങനെ ചാടി വരെയായിരുന്നു. അപ്പോഴേക്കും ഉദയഭാനു ശ്രീകല അങ്ങോട്ട് ഞെട്ടിത്തെറിക്കണം. ഇതെന്താ ബാല, ആനന്ദ് എന്താ ഈ കാണിക്കണേ? അവനെ ഇത്രേ കാണിച്ചോളാന്നാ എൻ്റെ അതിശയം. അതെ എടോ മതിയടോ തൻ്റെ ഈ നാടകം കളി. നമ്മളെ വിഡ്ഢിയാക്കി താനും തൻ്റെ ഭാര്യയും തൻ്റെ മോളും കൂടെ കളിച്ച നാടകമൊക്കെ ഇന്നലെ കൊണ്ട് ഞങ്ങളങ്ങ് തിരശീലയിട്ടു, മനസ്സിലായോടോ ഉദയഭാനു സാറേ? എടോ തനിക്ക് നാണം ഉണ്ടോടോ? ഒരു മകളെ കല്യാണം കഴിച്ച് അയക്കണമെങ്കിൽ എന്തൊക്കെ കള്ളത്തരം കാണിക്കണോടോ? എടോ ഞങ്ങൾ ഇന്ന് വരെ തൻ്റെ പണമോ അല്ലെങ്കിൽ തൻ്റെ ബിസിനസ്സോ എന്തെങ്കിലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണോടോ തൻ്റെ മകളെ കല്യാണം കഴിച്ചത്? തൻ്റെ മോൾ ഒരു MA ലിറ്ററേച്ചർ ആയില്ലെങ്കിൽ എന്താ, 10ാം ക്ലാസ് ആയിക്കോട്ടെ, അത് തോറ്റാലെന്നാ, ഞങ്ങൾക്ക് അതൊരു വിഷയമാണോടോ? എൻ്റെ ആനന്ദിന് ദേവിയെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒരു മുതലും വേണ്ടിയിരുന്നു. സ്വന്തം മകളെപ്പോലെ ഞങ്ങൾ സ്നേഹിച്ചല്ലേടോ അവളെ ഇവിടെ കൊണ്ട് ഞങ്ങൾ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് പറയണ. അപ്പോഴേക്കും രണ്ടുപേർക്കും മനസ്സിലായി എന്തോ പണി പാളിയിട്ടുണ്ട് ശ്രീകലയെന്ന് നമ്മുടെ ഉദയഭാനു പതുക്കെ അടക്കം പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗോമതി പറഞ്ഞു, എന്തെല്ലാം കള്ളത്തരങ്ങളാണ്, ഞങ്ങളെ സ്വന്തം മോളപ്പല്ലല്ലേടോ നിങ്ങളുടെ മകളെ നോക്കിയത്. എൻ്റെ ആനന്ദ് മോൻ്റെ ജീവിതം ചവച്ചരച്ചാക്കിയിട്ട് ഇപ്പം നിങ്ങൾ ന്യായം പറയാൻ വന്നിരിക്കുന്നു. ഞങ്ങൾ വഴക്കിനും വയ്യാവലിക്കും ഒന്നുമില്ല, നിങ്ങളുടെ സകല കള്ളത്തരങ്ങൾ to Z ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇങ്ങറ്റം എൻ്റെ സഹോദരൻ ധർമ്മൻ 25,000 രൂപ എടുത്തു എന്ന പേരിൽ അവൻ ഈ പടിയിറങ്ങി പോയവനാ. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ നിങ്ങളാണെന്നുള്ളത് തെളിവ് സഹിതം എൻ്റെ മകൻ്റെ ഫോണിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. എന്താ ബാല ഈ പറയണത്? ഞാൻ എന്ത് ചെയ്തു എന്നാണ് പറയണത്? അതെ നിങ്ങൾ എന്ത് ചെയ്തെന്നോ? നിങ്ങൾ ഇന്നലെ ആ ഗോമതി സ്റ്റോറിൽ വന്നിട്ട് പണം കട്ടെടുക്കണത് ഞാൻ ക്യാമറ വെച്ച് പിടിച്ചത് എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്. ഇത് കേട്ടപ്പോൾ ശ്രീകല അന്തം വിടരുത്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കള്ളത്തരം ഈ ഉദയഭാനു ചെയ്യുമെന്ന് സത്യം പറഞ്ഞാൽ ശ്രീകല പോലും അപ്പോഴാണ് അറിയണത്. ഉദയഭാനു ആകെ അങ്ങോട്ട് വെളുത്തോട്ടോ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. എന്നിട്ട് ബാലൻ പറയുന്നുണ്ട്, ഞങ്ങളൊരു വഴക്കിനും വയ്യാവലിക്കും ഞങ്ങൾ ഇറങ്ങുന്നില്ല, മകളകത്തുണ്ട്, അവളെയും വിളിച്ചുകൊണ്ട് ഈ നിമിഷം ഈ ദേവമംഗലം വിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറയണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ദേവി കരഞ്ഞ് കണ്ണീരില്ല ആ ഒരവസ്ഥയിൽ കയറി വരണം കേട്ടോ. അപ്പോൾ ദേവിയും കൂടെ കണ്ടപ്പം ശ്രീകലയ്ക്കും നമ്മുടെ ഉദയഭാനുവിനും മനസ്സിലായി എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞു എന്ന്. അങ്ങനെ ദേവി വന്നിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ അന്നും പറയാറില്ലേ എന്നായാലും ഈ കള്ളത്തരമൊക്കെ പിടിക്കുമെന്ന്. എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞു. നമ്മുടെ കല്യാണം, എൻ്റെ ജോലി, എൻ്റെ വിദ്യാഭ്യാസം എല്ലാം പൊളിഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് അതായത് സ്വർണം വരെ, അതായത് നമ്മുടെ ആനന്ദ് പറഞ്ഞു, എടോ നാണം ഉണ്ടോ ഒരു മോളെ കല്യാണം കഴിക്കാൻ, എന്തെല്ലാം കള്ളത്തരങ്ങൾ. സ്വർണം കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ലെന്നേ ഉള്ളൂ, ആ പൂശിയ സ്വർണ്ണമില്ലേ അതെല്ലാം കൂടെ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പൊക്കോണമെന്നും പറഞ്ഞ് ആനന്ദും കിടന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രീകലയും ഉദയഭാനും ആകെ അങ്ങ് വെളുത്തു കേട്ടോ. എന്നിട്ട് അടുത്ത ഗോമതിയുടെ വീടോ, ഗോമതിയും വേണ്ടത് പറയണം കേട്ടോ. എന്നിട്ട് ഗോമതി പറഞ്ഞു, ഈ നിമിഷം ഞാൻ കഴുത്തെ പിടിച്ച് പുറത്താക്കാം, അതുകൊണ്ട് മകളെയും വിളിച്ചോണ്ട് ഇറങ്ങിക്കോളാൻ പറയാം. അപ്പോഴേക്കും ശ്രീകല പറയും, ആഹാ അങ്ങനെയൊന്നും എൻ്റെ മോളെ വിളിച്ചിറക്കിക്കൊണ്ട് പോകാനൊന്നും പറ്റില്ല, ആനന്ദ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നേക്കണേ ആ ദേവീനെ, അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? കല്യാണം കഴിച്ച് കൊണ്ടുവന്നു. അപ്പോഴേക്കും ഉദയഭാനുവിനെയും നമ്മുടെ ശ്രീകലേനെയും പിടിച്ച് പുറത്തോട്ട് തള്ളി നീക്കാൻ കേട്ടോ. ആ സമയം ദേവീനെ മുടിക്ക് പിടിച്ച് നമ്മുടെ ഗോമതി വെളിയിലോട്ട് പിടിച്ച് തള്ളി വിടാൻ കേട്ടോ. എന്നിട്ട് ആ ഡോർ അങ്ങ്
അടയ്ക്കുകയാണ്. കാരണം അവർക്ക് പറ്റില്ല, മിത്രയ്ക്കും മീനാക്ഷിക്കും സഹിക്കാൻ പറ്റുന്നില്ല. അവർ വിങ്ങി പൊട്ടിപ്പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ ദേവിയുടെ ആ അവസ്ഥ, ജീവിതത്തിൽ വന്ന അവസ്ഥ എന്താണെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛനെയോ അമ്മയോ ഒന്നും, ബാലജനെയോ ഗോമതിയോ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിപ്പോയി. അവർക്കും നെഞ്ച് പൊട്ടുന്ന പോലെ ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. കാരണം ശ്രീകല പറഞ്ഞു, എൻ്റെ മോള് ഈ കുടുംബത്തിൽ ഞങ്ങൾ ചില കള്ളത്തരങ്ങൾ പറഞ്ഞു, ഇല്ലയെന്ന് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ ചില കള്ളത്തരങ്ങൾ ഈ കല്യാണം നടക്കാൻ വേണ്ടി പറഞ്ഞു. അത് അത്ര വലിയ തെറ്റാണോ? എൻ്റെ മോൾ ഈ കുടുംബത്തിൽ വന്നിട്ട് നിങ്ങളുടെ അത്രയേറെ സ്നേഹിച്ചിട്ടുണ്ട്. ഞങ്ങളെക്കാട്ടിലും ഇന്ന് ഇവിടുത്തെ ബാലനെയും ഗോമതി അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അനിയന്മാരും അനിയത്തിമാരെയും ഒക്കെ അവൾ സ്നേഹിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു കള്ളത്തരമില്ല. അവൾക്ക് എന്നും ഭയമായിരുന്നു ഈ കള്ളത്തരങ്ങളൊക്കെ എന്നായാലും പൊളിയും എന്ന്. സത്യം പറയട്ടെ അമ്മ, ഞങ്ങളാ പറഞ്ഞത് മോളെ പറയണ്ടെന്ന്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഗോമതി, ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ മോളെ നിങ്ങൾ ശിക്ഷിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ശ്രീകല പറയാൻ കേട്ടോ. അപ്പോൾ ഗോമതി പറഞ്ഞു, ഇത്രയും നാളത്തെ ആ ഒരു ഇത് മതി, ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ദേവി എന്ന് പറയുന്ന ഒരു പേരില്ല ഈ കുടുംബത്ത് എന്ന് എന്നെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു, അങ്ങനെ പറയല്ലേ. അവസാനം കാല് പിടിക്കും പോലെ ശ്രീകലയും ഉദയഭാനുവും കിടന്ന് കാല് പിടിക്കുകയാണ്. അങ്ങനെ പറയല്ലേ ഗോമതി, ഈ കുടുംബത്തിൽ അവൾ വന്ന ശേഷം ഈ കുടുംബത്തിലെ എന്ത് ജോലിയും ചെയ്യാനും, മീനു ആ ജോലിക്ക് പോണ സമയത്ത് മീനുവിൻ്റെ കാര്യങ്ങളും, മിത്ര കോളേജിൽ പോകുമ്പോൾ മിത്രയുടെ കാര്യങ്ങൾ ഒക്കെ എല്ലാം നല്ല രീതിക്കല്ലേ അവൾ നോക്കിയത്. അതിലൊന്നും ഒരു കള്ളത്തരോ കാപട്യോ ഇല്ല ഗോമതി എന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട. അവസാനം നമ്മുടെ ദേവിയെ മുടിക്ക് പിടിച്ച് പുറത്ത് തള്ളി കതവങ്ങ് അടച്ചു കഴിഞ്ഞു. അപ്പോഴും ദേവി അവിടെ കിടന്ന്, അമ്മ തുറക്കമ്മേ. ആ സമയത്ത് ദേവി കാല് പിടിക്കാനായിട്ടോ ബാലൻ്റെയും ഗോമതിയുടെ. അമ്മ എന്നെ ഇറക്കി വിടല്ലേ അമ്മ, എന്നെ വിടല്ലേ അമ്മ, എന്നെ വിടല്ലേ അമ്മ എന്ന് പറഞ്ഞിട്ട് ഏങ്ങി പൊട്ടിക്കരയണം കേട്ടോ. ആനന്ദിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. കാരണം എത്രയാണെങ്കിലും കുറേ നാൾ തൻ്റെ സ്വന്തം ഭാര്യയായിട്ട് സ്നേഹിച്ചില്ലേ, പക്ഷെ വെറുത്തുപോയി. അതിൻ്റെ ഇരട്ടി വെറുക്കുകയാണ് ആനന്ദ്. കാരണം ആനന്ദിന് അതൊട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു എല്ലാവർക്കും. മീനുവിനും മീനാക്ഷിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ദേവിയേട്ടത്തേക്ക് വേണ്ടിയിട്ട്. അവരും കിടന്ന് കരയാനായിട്ട് എല്ലാവർക്കും, ആകാശിനാണെങ്കിലും ആര്യനാണെങ്കിലും ഒന്നും പറയാനോ ചെയ്യാനോ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയിട്ടോ. അങ്ങനെ അവിടെ കിടന്ന് കുറേ നേരം ഡോറിലിട്ട് മുട്ടിയിട്ടോ. അപ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഉള്ളവരും കൃഷ്ണമംഗലക്കാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അച്യുതന് ഭയങ്കര സന്തോഷമാണ്. എന്തായാലും അവിടെ ഒരു ഒച്ചപ്പാട് ബഹളമൊക്കെ വന്നാൽ ഒരു സുഖം എനിക്കുള്ളൂ എന്നും പറഞ്ഞ് അച്യുതൻ സന്തോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശ്രീകല പറയുന്നുണ്ട്, മോളെ വാ, ഇനി ഇവിടെ കിടന്ന് നീ കരഞ്ഞിട്ടോ കുട്ടി കരഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല, നമുക്ക് വീട്ടിൽ പോവാം. പൊക്കോ, രണ്ടും പൊക്കോ. ഇനി എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ വരരുത്, എനിക്ക് മതിയായി. എന്നെ വളർത്തി ഒരു മോള്, എന്തിനെന്നെ നിങ്ങൾ ജന്മം നൽകിയത്? ഇത്രയും വലിയൊരു ക്രൂരത എനിക്ക് തരാൻ വേണ്ടിയിട്ടാണോ? ഇനി ഞാൻ എങ്ങോട്ടുമില്ല, ഇവിടെ കിടന്ന് മരിച്ചാലും ശരി നിങ്ങളെ കൂടെ ഞാൻ വരില്ല എന്ന് തീർത്ത് പറയണം കേട്ടോ. അപ്പോഴേക്കും ശ്രീകല പറഞ്ഞ, മോളെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം, എല്ലാവരും അറിയട്ടെ നിങ്ങളാ ഇതിൽ കള്ളത്തരം ചെയ്ത്. അപ്പോഴേക്കും സ്ത്രീകൾ അങ്ങോട്ട് നീങ്ങി എന്നിട്ട് പറഞ്ഞു, അയ്യോ എൻ്റെ മോക്ക് വന്ന ഒരു ദുർവിധി നിങ്ങൾ കണ്ടോ? എൻ്റെ മോളെ പിടിച്ച് വെളിയിൽ തള്ളി കതവും അടച്ചു. ആ ഗോമതി എന്ന് പറയുന്നവൾ എന്താ പറയണേ, എല്ലാം കൊടുത്ത് എൻ്റെ മോളെ ഈ വീട്ടിൽ അയച്ചിട്ട് ദേ കണ്ടില്ല, എൻ്റെ മോളെ പടിയടച്ച് പിണ്ടം വയ്ക്കും പോലെ ദേ എൻ്റെ മോളെ പിടിച്ച് വെളിയിൽ തള്ളി. എന്തൊരു കുടുംബക്കാരാ ഇവർ എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ കിടന്ന് അങ്ങ് ആടിപ്പൊടിക്കാൻ കേട്ടോ. അപ്പോൾ അച്യുതനൊക്കെ ഇങ്ങോട്ട് നീങ്ങി നിൽക്കേണ്ടത് എന്താ വകുപ്പെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറഞ്ഞു, ആ ആനന്ദ് പറഞ്ഞവൻ നല്ലവനാന്ന് കരുതിയാണ് ഞങ്ങൾ അയച്ചത്, അവനെ ഇപ്പോൾ വേറെ ഏതോ ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്, അപ്പോൾ എൻ്റെ മോളെ വേണ്ടാന്ന് എന്ന് പറഞ്ഞ് ശ്രീകല അങ്ങോട്ട് കരയിടുക. അപ്പോഴേക്കും ദേവി പറഞ്ഞു, അമ്മ മതി, അമ്മ അച്ഛനും ഒന്ന് പോയി തരാമോ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടിനെയും പറഞ്ഞ് അവിടെ നിന്ന് വിടേനെ കേട്ടോ. അപ്പോഴേക്കും പോകുന്ന വഴി നമ്മുടെ അച്യുതം പതുക്കെ ശ്രീകലയായിട്ട് സംസാരിക്കണം, എന്താ കാര്യമെന്നൊക്കെ. അപ്പോൾ ശ്രീകല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അച്യുതം പറഞ്ഞു, അതെ, നിങ്ങൾ ഈ വീട്ടുമുറ്റത്ത് കിടന്ന് ഇവിടെ കിടന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ആ ബാലൻ്റെയോ ഗോമതിയുടെ പേരോ അല്ലെങ്കിൽ ആ ചെറുക്കൻ്റെ പേരിനോ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാനൊക്കെ നമ്മുടെ അച്യുത ഇളക്കി വിട്ടു കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഉദയഭാനുവിന് ഒരു ഞെട്ടലായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ആനന്ദ് അകത്ത് നിന്ന് പറഞ്ഞ കാര്യം, ഇനി കേസിന് ഞങ്ങൾ കോടതി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആനന്ദ് പറഞ്ഞായിരുന്നു, നിങ്ങൾ കൊടുത്തോ, പിന്നാലെ ഞാൻ തെളിവ് സഹിതം ഗോമതി സ്റ്റോറിൻ്റെ പണം കട്ടെടുക്കുന്ന തെളിവ് സഹിതം ഞാൻ വന്നോളാമെന്ന് പറഞ്ഞ് കോടതിയിൽ വരാമെന്നും പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചേക്കുക. അതുകൊണ്ട് പോലീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ
ഉദയഭാനുവിനും ശ്രീകലയ്ക്കും വല്ലാത്തൊരു ഞെട്ടലാട്ടോ. പക്ഷേ ഒടുവിൽ ഈ അച്യുതൻ പറഞ്ഞു കൊടുക്കുന്ന ചില വിദ്യകളും ചില ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് ഇവർ കോടതിയിലൊക്കെ കേസ് കൊടുക്കാൻ, പോലീസ് സ്റ്റേഷനിലൊക്കെ ആയിട്ട് കേസ് കൊടുക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ടല്ലോ. പക്ഷേ ഈ കേസ് കൊടുക്കൽ വഴി അവസാനം അവരുടെ കുളം തോണ്ടുന്ന കണക്കോ കുഴി തോണ്ടും കണക്കുള്ളൊരവസ്ഥയായി പോകട്ടോ. പക്ഷേ ദേവി ഉണ്ടല്ലോ, ദേവി ഇനി എന്തായാലും ഉദയഭാനുവിൻ്റെ കൂടെയും ശ്രീകലയുടെ കൂടെയും പോവില്ല എന്നുള്ളൊരു തീരുമാനം തന്നെ എടുക്കുകയാണ്. അങ്ങനെ ദേവി ആ മഴയൊക്കെ പെയ്തിരിക്കുന്ന സമയത്തും അവിടെ തന്നെ നിന്ന് നനയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മീനാക്ഷി മേളിൽ നിന്ന് നോക്കുകയാണ്. കാരണം ഗോമതി ഡോറ് ലോക്ക് ചെയ്ത് കളഞ്ഞ് വെളിയിലിറങ്ങി പോവാത്ത കണക്കെ. അപ്പം ഭയങ്കര മീനുവിന് ഒട്ടും സഹിക്കാൻ പറ്റില്ല. മിത്രയ്ക്ക് അതുപോലെ തന്നെ കേട്ടോ, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഒന്നും ചെയ്യാനും പറ്റാത്തൊരു സിറ്റുവേഷൻ. അവരൊക്കെ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഒടുവിലുണ്ടല്ലോ നമ്മുടെ ദേവി ആ ഒരു ക്രൂരമായ, അതായത് ഒരു സ്വന്തം ജീവൻ, അതായത് താൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ദേവമംഗലക്കാരോട് ക്ഷമ പറഞ്ഞുകൊണ്ട് ദേവിക്ക് ജീവൻ ഒടുക്കാനായിട്ടുള്ള എന്തൊക്കെയോ പരിപാടികളൊക്കെ ആയിട്ടാണ്, ഒരു പ്രഡിക്ഷനാണ്, അങ്ങനെ വരാൻ സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. ദേവി ആത്മഹത്യക്ക് ശ്രമിക്കുകയോ അങ്ങനെ എന്തോ ദേവിക്ക് എന്തോ പറ്റുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഈ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ഏകദേശം നമ്മുടെ സാന്ത്വനത്തിൽ ഇനി വരുന്ന സീനും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.